ഏഴാം പാഠത്തിലാണ് നമ്മൾ ഇന്ന് ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അള്ളാഹു നമ്മിൽ നിന്ന് ഇത് സ്വീകാര്യോഗ്യമായൊരു സൽക്കർമ്മമായി സ്വീകരിക്കുമാറാവട്ടെ. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആദം അലൈഹിസ്സലാം മുതൽ ഈസാ അലൈഹിസ്സലാം വരെയുള്ള പ്രവാചകന്മാരിൽ നിന്ന് വ്യത്യസ്തമായി അള്ളാഹു നൽകിയതായ പ്രത്യേകതകളാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഇമാം മുസ്ലിം അവിടുത്തെ സഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഫുള്ളിൽതു അലൽ അംബിയാഇ ബിസിത്തിൻ, ലോകത്ത് കഴിഞ്ഞു പോയ മുഴുവൻ അമ്പിയാക്കന്മാരെ കാണയും 6 കാര്യം കൊണ്ട് എന്നെ ശ്രേഷ്ഠമാക്കപ്പെട്ടിരിക്കുന്നു. 1, ഉഴ്തീതു ജവാമിയൽ കലിം, എനിക്ക് ആപ്തവാക്യങ്ങൾ നൽകിയിരിക്കുന്നു. ജവാമിയുൽ കലിം എന്ന് പറഞ്ഞാൽ ഒരുപാട് ആശയങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ള ഒറ്റ വാക്ക്, നമ്മുടെ മലയാള ഭാഷയിൽ പറഞ്ഞാൽ. 2, നുസിറുത്തു ബിർറുഅദ്, ഭയം കൊണ്ട് എനിക്ക് സഹായം നൽകപ്പെട്ടിരിക്കുന്നു. വിശദീകരിക്കാം. 3, എനിക്ക് യുദ്ധമുതലുകൾ, ഉഹില്ലത്തിൽ അൽ ഗനായിം, യുദ്ധമുതലുകൾ എനിക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു. വജുഇലത്തിൽ അൽ അർളു തഹൂറം വ മസ്ജിദ, ഭൂമി എനിക്ക് ശുദ്ധിയും ആരാധനാ സ്ഥലവുമാക്കിയിരിക്കുന്നു, പള്ളിയുമാക്കിയിരിക്കുന്നു. വ ഉർസിൽതു ഇലൽ ഖൽഖി കാഫ, ജനങ്ങളിലേക്ക് എല്ലാവരിലേക്കുമാണ് എന്നെ നിയോഗിക്കപ്പെട്ടത്, ഏതെങ്കിലും ഭാഷക്കാരോ ദേശക്കാരോ അല്ല. ഇങ്ങനെ 6 കാര്യങ്ങൾ ഒരു പ്രവാചകനും ഈ 6 കാര്യങ്ങൾ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് അല്ലാഹു തആല നൽകിയിട്ടില്ല എന്നർത്ഥം. 1, ജവാമിഉൽ കലിം. 2, നുസിർതു ബിർറുഅദ്. 3, ഉഹില്ലത്ത് ലിയൽ ഗനായിം. 4, ജുഇലത്ത് ലിയൽ അർളു തഹൂറൻ വ മസ്ജിദ. 5, ഉർസിൽതു ഇലൽ ഖൽഖി കാഫ. 6, വഖുതിമ ബി അന്നബിയൂൻ, എന്നെ കൊണ്ട് പ്രവാചകന്മാരെ പൂർത്തിയാക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഞാൻ അവസാനത്തെ പ്രവാചകനാണ്. ഈ 6 ഗുണങ്ങൾ പ്രവാചകനിൽ മാത്രമേ ഒത്തിണങ്ങിയിട്ടുള്ളൂ. മഹാനായ അബൂ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മുഹദ്ദിസുകളായ പണ്ഡിതന്മാർ ഖാല അബൂ അബ്ദുല്ലാഹ് എന്ന് പറയും. ആരെ പറ്റി? ബുഖാരി ഇമാമിനെ പറ്റി. മഹാനായ ഇമാം ബുഖാരി പറയുകയാണ്, ജവാമിഉൽ കലിം എന്നാൽ ബലഗനി അന്ന ജവാമിയൽ കൽമി അന്നല്ലാഹ ജമഅൽ ഉമൂറൽ കസീറ അല്ലതി കാനത് തുക്തബു ഫിൽ കുതുബി ഖബ്ലഹു. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് കാര്യങ്ങൾ മുൻ പ്രവാചകന്മാരുടെ കാലത്ത് നിരവധി ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തേണ്ടുന്ന ഒരുപാട് ആശയങ്ങളുള്ള കാര്യങ്ങൾ അല്ലാഹു തആല പ്രവാചകന് ഒറ്റ വാക്കിൽ ഒരുമിച്ച് കൂട്ടിക്കൊടുത്തു. നിരവധി ഗ്രന്ഥങ്ങളിൽ എഴുതേണ്ട കാര്യങ്ങൾ മുൻ പ്രവാചകന്മാർക്ക്, അത് മുഹമ്മദ് നബിയുടെ കാലത്ത് മുഹമ്മദ് നബിയെ സംബന്ധിച്ചിടത്തോളം ചില വാക്കുകൾ ഒരുപാട് ആശയങ്ങളുള്ള ഒറ്റ വാക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു നൽകി. അത് മുഹമ്മദ് നബിയുടെ പ്രത്യേകതയാണ്. മറ്റു പ്രവാചകന്മാർക്ക് ആർക്കും അതില്ല. മഹാനായ ഇസ്സ് ഇബ്നു അബ്ദുസ്സലാം, പണ്ഡിത ലോകത്ത് സുൽത്താനുൽ ഉലമ എന്ന പേരിൽ അറിയപ്പെടുന്ന പണ്ഡിതനാണ് ഇസ്സ് ഇബ്നു അബ്ദുസ്സലാം. മഹാനവറുകൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബുഇസ ബി ജവാമിഉൽ കലിം, നമ്മുടെ മലയാള ഭാഷയിൽ പറഞ്ഞാൽ ആപ്തവാക്യം കൊണ്ട് നിയോഗിക്കപ്പെട്ടു. വഖ്തസറ ലഹുൽ ഹദീഥ ഇഖ്തിസാറൻ വഫാഖൽ അറബ ഫീ ഫസാഹതിഹി വബലാഗതിഹി. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വാക്കുകളെ അല്ലാഹു തആല ചുരുക്കി കൊടുക്കുകയും എന്നിട്ട് അറബികളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാഹിത്യം കൊണ്ട് മുൻകടക്കുകയും ചെയ്തിരിക്കുന്നു, അവർക്ക് മീതയാവുകയും ചെയ്തിരിക്കുന്നു. അതാണ്
ജവാമിഉൽ കലിം. ഇപ്പൊ പ്രവാചകന്റെ സംസാരത്തെ സംബന്ധിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന ഹദീസുകൾ പരിശോധിക്കുമ്പോൾ നമുക്കത് പെട്ടെന്ന് മനസ്സിലാകും. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, മാ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസ്റുദു സർദകും ഹാദാ. മാ കാന റസൂലുള്ളാഹ്, നബി ആയിരുന്നില്ല, യസ്റുദു സർദകും ഹാദാ, നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നത് പോലെ പടപടവനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കില്ല. വലാകിന്നഹു യതകല്ലമു ബികലാമിൻ യുബയ്യിനുഹു ഫസ്ലുൻ യഹ്ഫദുഹു മൻ ജലസ ഇലൈഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന വാക്കുകൾ വളരെ വ്യക്തമായി മുറിച്ച് മുറിച്ച് പ്രവാചകൻ സംസാരിക്കുമ്പോൾ പ്രവാചകനെ കേൾക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് മനഃപ്പാഠമാക്കാൻ പറ്റുന്ന രൂപത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുന്നത്. നമുക്കറിയാം, ലക്ഷക്കണക്കായ ഹദീസുകൾ പണ്ഡിതന്മാർ, സ്വഹാബാക്കൾ, താബികൾ, തബഴ് താബികളൊക്കെ പഠിച്ചു എന്ന് നമ്മൾ പറയാറുണ്ട്. ഈ പഠിച്ചതെന്താ? ഇത്രയും സംഭവങ്ങൾ പ്രവാചകന്റെ വാക്കുകളാണ്. അത്രയും വാക്കുകൾ മനഃപ്പാഠമാക്കാൻ പര്യാപ്തമായ രൂപത്തിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോ പദങ്ങളെയും വളരെ ബ്രീഫായി ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനുള്ള കരുത്ത് അല്ലാഹു തആല മഹാനവറുകൾക്ക് നൽകി എന്നർത്ഥം. ഇതുമായി ബന്ധപ്പെട്ട് മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മഹുല്ലാഹ് പറഞ്ഞു, ഉസൂലുൽ ഇസ്ലാമി അലാ സലാസതി അഹാദീസ. ഇസ്ലാമിന്റെ ഫൗണ്ടേഷൻ കിടക്കുന്നത്, തറ കിടക്കുന്നത് 3 ഹദീസിന്റെ മുകളിലാണ്. ആ 3 ഹദീസിൽ ഇസ്ലാമിൽ എന്തൊക്കെ വേണോ അതൊക്കെ അതിലുണ്ട്. അപ്പൊ 3 ഹദീസിന്റെ മേലിലാണ് ഇസ്ലാമിന്റെ ഫൗണ്ടേഷൻ, തറ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. എന്നിട്ട് ഇമാം അഹ്മദ് പറയാണ്, ഒന്നാമത്തെ ഹദീസ് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസാണ്. നമുക്കൊക്കെ അറിയാം, കഴിഞ്ഞ ഉംദത്തുൽ അഹ്കാം ദർസിൽ പങ്കെടുത്തവർക്ക് ഒന്നാമതായി നമ്മൾ അവിടെ വായിച്ച ഹദീസ് ഇമാം ബുഖാരി അവിടുത്തെ സഹീഹിൽ ഒന്നാമതായി റിപ്പോർട്ട് ചെയ്ത ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസായിരുന്നു. അഥവാ ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, അമലുകൾ സ്വീകരിക്കപ്പെടുന്നത് നിയ്യത്തുകളുടെ അടിസ്ഥാനത്തിലാണ് എന്ന ഈ ഹദീസ് ഇസ്ലാമിന്റെ ഫൗണ്ടേഷനിൽ പെട്ടതാണ്. രണ്ടാമത് ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹിയാണ് ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസ്. എന്താണ്? ഇമാം ബുഖാരിയാണ് അത് റിപ്പോർട്ട് ചെയ്യുന്നത്. മൻ അഹ്ദത ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. ഈ ദീൻ കാര്യത്തിൽ ആരെങ്കിലും വല്ലതും പുതുതാക്കി ഉണ്ടാക്കിയാൽ അത് തള്ളപ്പെടേണ്ടതാണ് എന്ന പ്രവാചകന്റെ ഹദീസും ഇങ്ങനെയുള്ള ജവാമിഉൽ കലിമിൽപ്പെട്ടതാണ്, അതായത് ആപ്തവാക്യങ്ങളിൽപ്പെട്ടതാണ്. മൂന്നാമതായി ഹദീസ് നുഅ്മാൻ ബിൻ ബശീർ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ റിപ്പോർട്ട് ചെയ്ത ഹദീസ്. എന്താണ്? ഇമാം ബുഖാരിയാണ് ആ ഹദീസ് റിപ്പോർട്ട് ചെയ്തത്. അതിൽ കാണാം, റസൂലുള്ളാഹി അൽ ഹലാലു ബയ്യിനുൻ വൽ ഹറാമു ബയ്യിനുൻ വബൈനഹുമാ മുശബ്ബഹാത്ത് ലാ യഅലമുഹാ കസീറുൻ മിനൻ നാസ്. റസൂലുള്ളാഹി ഹലാൽ വ്യക്തം, ഹറാം വ്യക്തം, അതിനിടയിൽ അവ്യക്തമായ പല കാര്യങ്ങളുമുണ്ട്, പലർക്കും അതറിയില്ല. എന്നാൽ അവ്യക്തതകളെ സൂക്ഷിക്കുന്നതാണ് ഏറ്റവും സുരക്ഷ എന്ന് പറയുന്ന ഈ ഹദീസ്. ഇങ്ങനെ ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി പറഞ്ഞത് ഇമാം ബുഖാരിയുടെ സ്വഹീഹിലെ 52-ാം നമ്പർ ഹദീസ്, സ്വഹീഹിലെ 2697-ാം നമ്പർ ഹദീസ്, അതേപോലെ ബുഖാരിയിലെ 2201-ാം നമ്പർ ഹദീസ്. ഈ 3 ഹദീസുകൾ ഇസ്ലാമിന്റെ അടിത്തറയാണ്, അതിന് മുകളിലാണ് ഇസ്ലാമിക ആദർശത്തെ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് ഇമാം അഹ്മദ് ബിൻ ഹംബൽ പറയുകയാണ്. അപ്പോ ഓരോ ഹദീസിലെയും ആശയ സമ്പന്നത എത്രമാത്രം ഉണ്ട് എന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുക. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി പറഞ്ഞതുപോലെ തന്നെ മഹാനായ ഇമാം അബൂ ദാവൂദ് റഹ്മത്തുള്ളാഹി പറഞ്ഞു, നദർതു ഫിൽ ഹദീസിൽ മുസ്നദി ഫഇദാ ഹുവ 4000 ഹദീസ്. ഞാൻ മുസ്നദിലുള്ള ഹദീസ് ഞാൻ പരിശോധിച്ചു, ചിന്തിച്ചു നോക്കിയതിൽ അപ്പോൾ 4000 ഹദീസ് ഉണ്ട്.
അങ്ങനെ 4000 ഹദീസുകളെ കുറിച്ച് ഞാൻ പഠിക്കുകയുണ്ടായി. പിന്നീട് ഞാൻ ഈ 4000 ഹദീസുകളെ കുറിച്ച് പഠനം നടത്തിയപ്പോൾ ഈ 4000 ഹദീസുകളുടെ തറ കടക്കുന്നത് വെറും 4 ഹദീസുകളുടെ മുകളിലാണ്. അപ്പൊ ഓരോ ഹദീസിന്റെയും ആശയ സമ്പന്നതയാണ് സൂചിപ്പിക്കുന്നത്. എന്നിട്ട് ഇമാം അബൂദാവൂദ് പറയാം, 4000 ഹദീസുകളുടെ ഫൗണ്ടേഷൻ 4 ഹദീസുകളാണ്. ഒന്നാമത്തെ ഹദീസ് മഹാനായ നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് നമ്മൾ മുകളിൽ ഉദ്ധരിക്കുകയുണ്ടായി. അൽ ഹലാൽ ബയ്യിനും വൽ ഹറാം ബയ്യിൻ എന്ന് പറഞ്ഞ ഇമാം അഹ്മദ് ഉദ്ധരിച്ച ഹദീസ് തന്നെ. രണ്ടാമതായി ഉമറുൽ ഫാറൂഖിന്റെ ഹദീസ് ഇന്നമൽ അഅമാലു ബിന്നിയാത്ത് എന്നുള്ളത്. മൂന്നാമതായി മുകളിൽ ഉദ്ധരിച്ചതല്ല, മൂന്നാമതായി മഹാനവറുകൾ പറഞ്ഞു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ഇന്നല്ലാഹ ത്വയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബാ. അല്ലാഹ് ശുദ്ധനാണ്, വിശുദ്ധമായതിനെ അല്ലാഹു സ്വീകരിക്കുകയില്ല എന്ന് പറയുന്ന ഹദീസ്. നാലാമത്തെ ഹദീസ് മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനിഹി. ഒരു മനുഷ്യന്റെ ദീൻ നന്നാകുന്നതിൽപ്പെട്ടതാണ് ആവശ്യമില്ലാത്തത് ഒഴിവാക്കുക എന്നുള്ളത്. ഇങ്ങനെയുള്ള ഈ 4 ഹദീസുകൾ 4000 ഹദീസുകളുടെ അടിത്തറയായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് മഹാനായ ഇമാം അബൂദാവൂദ് റഹ്മത്തുള്ളാഹി പ്രഖ്യാപിക്കുന്നതായിട്ട് കാണാൻ കഴിയും. എന്നിട്ട് മഹാനവറുകൾ ഫകുല്ലു ഹദീസിൻ മിൻ ഹാദിഹിൽ അർബ റുബുഉൽ ഇൽം. ഈ ഹദീസ് 4 ഹദീസുകളിൽ നിന്നുള്ള ഓരോ ഹദീസും അല്ലാഹു തആല ഈ ലോകത്ത് ഇറക്കിയ അറിവിന്റെ 1/4 ഓരോ ഹദീസും. അത്രയും ആശയ സമ്പന്നമുള്ളതാണ് ഇത് എന്ന് മഹാനായ അബൂദാവൂദ് റഹ്മത്തുള്ളാഹി. ഇനി നമുക്ക് പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയും ജവാമിഉൽ കലിമുകളുടെ ഐറ്റം എത്രയാണ് എന്ന്. ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ നോക്കുമ്പോൾ 1-ാം പ്രമാണം ഖുർആൻ, 2-ാം പ്രമാണം ഹദീസ്. പ്രവാചകന്റെ ജവാമിഉൽ കലിമുകളെ, അതായത് ആപ്തവാക്യങ്ങളെ നോക്കുമ്പോൾ മഹാനായ ഇബ്നു റജബുൽ ഹംബലി റഹ്മത്തുള്ളാഹി പറയുകയാണ് അത് 2 ഇനമാണ്. ഒന്ന് മാ ഹുവ ഫിൽ ഖുർആൻ, ഖുർആനിലുള്ള ജവാമിഉൽ കലിമുകൾ. ഇപ്പൊ ഖുർആനിലുള്ള ജവാമിഉൽ കലിം അതായത് ആപ്തവാക്യങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണെന്ത്? ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ൽ, അല്ലാഹു നിങ്ങളോട് നീതി കൽപ്പിക്കുന്നു, വൽ ഇഹ്സാൻ, നന്മ ചെയ്യാൻ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ നഹ്ലിലെ 90-ാമത്തെ ആയത്ത്. അത് ആപ്തവാക്യമാണ് ഖുർആനിൽ നിന്നുള്ള. എന്നിട്ട് മഹാനായ ഹസൻ ബസ്രി റഹ്മത്തുള്ളാഹി പറയാണ് ലം തുത്റക് ഹാദിഹിൽ ആയത്തു ഖൈറൻ ഇല്ലാ അമറത് ബിഹി. ഈ ആയത്തിൽ ഒരു ഖൈറും ഒഴിവാക്കിയിട്ടില്ല. ലോകത്ത് എന്തെല്ലാം ഖൈറുകളുണ്ടോ ആ ഖൈറുകൾ മുഴുവനും ഈ ആയത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ വലാ ശർറൻ ഇല്ലാ നഹ്തഹു, എന്തൊക്കെ ശർറ അല്ലാഹുവിന്റെ ഭൂമിയിലുണ്ടോ ആ ശർറിനെ മുഴുവനും ഈ ആയത്ത് തടഞ്ഞിട്ടുണ്ട്. എന്താ? ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ, അല്ലാഹു തആല നീതിയും നന്മയും നിങ്ങളോട് കൽപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ എന്തെല്ലാം നന്മകളുണ്ടോ, എന്തെല്ലാം ഗുണകരമായ കാര്യങ്ങളുണ്ടോ അതൊക്കെ കൽപ്പിക്കുന്നു. പിന്നെന്താ പറഞ്ഞത്? വയൻഹാനിൽ ഫഹ്ശാഇ വൽ മുൻകർ, മോശമായ വിലക്കപ്പെടേണ്ടുന്ന മുഴുവൻ കാര്യങ്ങൾ നിങ്ങളോട് തടയുകയും ചെയ്യുന്നു എന്ന രൂപത്തിലുള്ള പരാമർശം. അപ്പൊ ഖുർആനിലെ ഈ ആയത്ത് ജവാമിഉൽ കലിമിൽപ്പെട്ട ഒരു ഇനം ഖുർആനിൽ നിന്നുള്ളതാണ്. എന്നിട്ട് ഹസൻ ബസ്രി റഹ്മത്തുള്ളാഹി പറയാൻ ഈ ആയത്തിൽ എല്ലാ നന്മകളും ഈ ആയത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്നു, എല്ലാ തിന്മകളെ തടയലും ഈ ആയത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇതിനെ ജവാമിഉൽ കലിമിൽ പെടുത്താമെന്ന് ഹസൻ ബസ്രി റഹ്മത്തുള്ളാഹി പറയാം. അപ്പോ ഇമാം ഇബ്നു റജബുൽ ഹംബലിയാണ് പറയുന്നത് ജവാമിഉൽ കലിം 2 ഇനം, ഒന്ന് ഖുർആനിൽ വന്നത്, 2 ഹദീസിൽ വന്നത്. എന്നിട്ട് മഹാനവറുകൾ പറയാം വഹുവ മുന്തശിറും മൗജൂദും ഫി സുനനിൽ മഅ്സൂറത്തി അൻഹു, നിരവധി ഹദീസ് ഗ്രന്ഥങ്ങളിൽ പ്രവാചകന്റെ ആപ്തവാക്യങ്ങൾ കാണാൻ കഴിയും. അതിൽ പെട്ടതാണ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് നമ്മൾ മേലെ പറഞ്ഞ ഇന്നമൽ അഅമാലു ബിന്നിയ്യാത്ത്. അപ്പൊ പ്രവാചകന്റെ ആപ്തവാക്യങ്ങൾ 2 രൂപം, ഒന്ന് ഖുർആനിൽ വന്നത്, ഒന്ന് ഹദീസിൽ വന്നത്.
അതുപോലെ മഹാനായ ഇമാം ഷാഫി പറയാൻ ഈ ഇന്നമൽ അഅമാലു ബിന്നിയാത്ത് എന്നുള്ള ഈ ഹദീസിനെ സംബന്ധിച്ച് ഇൻഷാ അല്ലാഹ് അടുത്ത വ്യാഴാഴ്ച നമ്മുടെ ഉംദത്തുൽ അഹ്കാം ദർസിൽ നിങ്ങൾക്ക് അതിനെ കുറിച്ചുള്ള വിശദമായ ചർച്ചകൾ ഉണ്ടാവും. ഇന്ന് ഇമാം ഷാഫി അതിനെ പറ്റി നൽകിയ സൂചന പറയാം. മഹാനവറുകൾ പറയാം, ഹാദൽ ഹദീസു സുലുസുൽ ഇൽം, ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്, അമലുകൾ സ്വീകരിക്കപ്പെടുന്ന നിയത്തുകളുടെ അടിസ്ഥാനത്തിലാണ് എന്ന് പറഞ്ഞാൽ ഈ ഹദീസ് അറിവിന്റെ 1/3 ഈ ഹദീസാണ്. ويدخل 70 بابا من الفقه ويدخل في 70 بابا من الفقه. കർമ്മശാസ്ത്രത്തിലെ 70 അധ്യായങ്ങളിലേക്ക് അത് പ്രവേശിക്കുന്നു എന്ന് അത്രയും സാരസമ്പൂർണമായ ഒരു ഹദീത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുപോലെ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും ഒരു ജവാമിഉൽ കലിമിൽപ്പെട്ട അബ്ദവാക്യം എന്ത്, വലക്കും ഫിൽ ഖിസാസി ഹയാത്ത്. ഒരാൾ മറ്റൊരാളെ കൊന്നു കഴിഞ്ഞാൽ ആ കൊന്നയാളെ കൊല്ലണം എന്ന് പറയുമ്പോൾ അവിടെ നൽകുന്ന എന്താണ്, പ്രതിക്രിയാവിധിയിൽ നിങ്ങൾക്ക് ജീവിതമുണ്ട്. അതൊരു ജവാമിയിൽ കലിമപ്പെട്ടാണ്, അബ്ദവാക്യത്തിൽപ്പെട്ടാണ്. പ്രതിക്രിയാവിധിയിൽ നിങ്ങൾക്ക് ജീവനുണ്ട് എന്ന് പറഞ്ഞാൽ ഒരാൾ മറ്റൊരാളെ കൊന്നാൽ ആ മനുഷ്യനെ കൊല്ലപ്പെടുമെങ്കിൽ ആരും തന്നെ ജീവനിൽ കൊതിയുള്ള ആരും കൊലക്കുറ്റത്തിന് തയ്യാറാവില്ല. ഞാനും വധിക്കപ്പെട്ടേക്കാം എന്ന പേടി കാരണം ആളുകൾ എന്ത് ചെയ്യും, പുറകോട്ട് മാറി നിൽക്കും. ആ ഭയം എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ടാകും. ആ കാര്യം വളരെ വിശദമായി ഒരു മനുഷ്യന്റെ മനസ്സിലേക്ക് നൽകുകയാണെന്ത്, വലക്കും ഫിൽ ഖിസാസി ഹയാ, ക്രിമിനൽ നടപടികളിലൂടെ നിങ്ങൾക്ക് ജീവിതമുണ്ട് എന്ന ഖുർആനിലെ സൂറത്ത് ബഖറയുടെ 179-ാമത്തെ വചനം. അതുപോലെ ഹദീസിൽ വന്ന ബുഖാരിയുടെയും മുസ്ലിമിന്റെയും ഒരു ഹദീസ് നിങ്ങൾക്കൊക്കെ പരിചയമുള്ള ഒരു ഹദീസാണ്. എന്താണ് ഒരു ജവാമിൽ കലിമപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലാ യുൽദഉൽ മുഅ്മിനു മിൻ ഹുജ്രിൻ വാഹിദിൻ മറത്തൈൻ. ഒരു വിശ്വാസിയെ ഒരു മാളത്തിൽ നിന്ന് 2 പ്രാവശ്യം പാമ്പ് കടിക്കുകയില്ല. ലാ യുൽദഉ, വിഷം തീണ്ടുകയില്ല, അൽ മുഅ്മിനു, വിശ്വാസിയായ മനുഷ്യന്, മിൻ ഹുജ്രിൻ, ഒരു മാളത്തിൽ നിന്ന്, മിൻ ഹുജ്രിൻ വാഹിദിൻ, ഒറ്റ മാളത്തിൽ നിന്ന്, മറത്തൈൻ, 2 പ്രാവശ്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ നേരെ അർത്ഥം ഒരു ഗുഹയിൽ പോയിട്ട് ഒരു പാമ്പിന്റെ കടിയേറ്റ പിന്നെ അവൻ അവിടേക്ക് ചെല്ലൂല എന്നാണോ? അല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളൊക്കെ ഉപമയായിട്ട് പറയുന്നത്. അഥവാ ഒരു സ്ഥലത്ത് നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു നഷ്ടം സംഭവിച്ചാൽ പിന്നെ അവിടെ ചെന്നാൽ നഷ്ടം വരും എന്നുള്ള നിലക്ക് നമ്മൾ അവിടുന്ന് മാറി നിൽക്കും. മറ്റെന്തെങ്കിലും വല്ല പ്രയാസങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മൾ ആ പ്രയാസം കാരണം അവിടെ പോകില്ല എന്നതുപോലെ വളരെ ചെറിയ വേർഡുകൾ ജവാമിഉൽ കലിം എന്ന പേരിൽ പ്രവാചകന്റെ ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല കഴിഞ്ഞ കാല ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ, ഇമാം ഷാഫിയെ പോലെയുള്ള മുജ്തഹിദുകളായ പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ വളരെ ശക്തമായ ഗവേഷണങ്ങൾ നടത്തുകയും ജവാമിഉൽ കലിം എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി ഗ്രന്ഥങ്ങൾ വരെ രചിക്കപ്പെടുകയും ഉണ്ടായിട്ടുണ്ട്. മഹാരഥന്മാരായ പണ്ഡിതന്മാരുടെ ഗ്രന്ഥശേഖരങ്ങൾ പരിശോധിക്കുമ്പോൾ ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാൻ കഴിയും. നോക്കൂ, മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി, മഹാനവറുകൾ 40 ഹദീസ് മഹാനവറുകൾ ക്രോഡീകരിച്ചു. ആ 40 ഹദീസുകളെയും പണ്ഡിതന്മാർ പ്രവാചകന്റെ ജവാമിഉൽ കലിമിൽ പെടുത്തിയിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അത്രയും ആശയ സമ്പന്നമായ ഗ്രന്ഥമാണ്. പ്രവാചകന്റെ ഹദീസുകളിൽ നിന്ന് 40 എണ്ണത്തെ എടുത്തുകൊണ്ട് ഇമാം നവവി റഹ്മത്തുള്ളാഹി ക്രോഡീകരിച്ച ആ ഗ്രന്ഥം, ഇമാം നവവിയുടെ ആ ഗ്രന്ഥത്തിന് ലോകത്ത് നിരവധി പണ്ഡിതന്മാർ വ്യാഖ്യാനങ്ങൾ നൽകിയിട്ടുണ്ട്. നിരവധി പണ്ഡിതന്മാർ അതിന് വ്യാഖ്യാനം നൽകി. മഹാനായ ഇബ്നു റജബുൽ ഹംബലി റഹ്മത്തുള്ളാഹി അതിന് ജാമിഉൽ ഉലൂമി വൽ ഹികം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഗ്രന്ഥം തന്നെ വിശദീകരണമായി നൽകി. ഇമാം നവവിയുടെ അർബഈൻ നവവി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ നമ്മുടെയൊക്കെ മനസ്സിലുള്ള ചിന്ത 40 ഹദീസേ ഉള്ളൂ എന്നാണ്. എന്നാൽ 42 ഹദീസാണ് ഇമാം നവവിയുടെ അർബഈൻ നവവിയിലുള്ള 42 ഹദീസ് ഉണ്ട്. ആ 42 ഹദീസിലേക്ക് 8 ഹദീസും കൂടെ ചേർത്തിയിട്ടാണ് മഹാനായ ഇബ്നു റജബുൽ ഹംബലി റഹ്മത്തുള്ളാഹി മഹാനവറുകൾ ജാമിഉൽ ഉലൂമി വൽ ഹികം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഗ്രന്ഥം തന്നെ രചിച്ചിരിക്കുന്നത്. അപ്പൊ നാം മനസ്സിലാക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേകതയിൽ പെട്ടതാണ്
ജവാമിയുൽ കലിം എന്ന് പറഞ്ഞാൽ ആപ്തവാക്യങ്ങൾ. പ്രവാചകന്റെ ഒരു വാക്ക് അങ്ങോട്ട് കേട്ടാൽ ഒരുപാട് ആശയങ്ങൾ ഒരു മനുഷ്യന് ലഭ്യമാകും എന്നർത്ഥം. രണ്ടാമതായി പ്രവാചകൻ പറഞ്ഞത് മറ്റു പ്രവാചകന്മാർക്കില്ലാത്ത പ്രത്യേകതയാണ് റുഅബ് കൊണ്ട് എന്നെ സഹായിക്കപ്പെട്ടു, അല്ലാഹു എനിക്ക് സഹായം നൽകി. റുഅബ് എന്ന് പറഞ്ഞാൽ ഭയം. മഹാനായ ഹാഫിളുദ്ദുനിയ ഇബ്നു ഹജർ അസ്കലാനി റഹ്മത്തുള്ളാഹി ബുഖാരിയുടെ ഈ ഹദീസിന് വിശദീകരണം നൽകുന്നത് ഇങ്ങനെയാണ്: നുസിർതു അലൽ അദുവി ബിർറുബി, ശത്രുവിനെതിരെ അവന്റെ മനസ്സിലേക്ക് അല്ലാഹു ഭയം വിട്ടുകൊണ്ട് എന്നെ സഹായിക്കുന്നു. ലൗ കാന ബൈനി വ ബൈനഹും മസീറത്തു ശഹ്രിൻ, എന്റെയും എന്റെ ശത്രുവിന്റെയും ഇടയിൽ ഒരു മാസത്തെ ധൈര്യം, ഒരു മാസം യാത്ര ചെയ്താലേ എന്റെ ശത്രുവിന്റെ അടുത്ത് എത്താൻ കഴിയുകയുള്ളൂ എങ്കിലും അത്ര ദൂരെ കിടക്കുന്നവരാണെങ്കിലും അവന്റെ മനസ്സിൽ അല്ലാഹു തആല അവന് വലിയ ഭയം നൽകും. ഇത് ഒരു പ്രവാചകന്മാർക്കും അല്ലാഹു നൽകിയിട്ടില്ല. അത് മുഹമ്മദ് നബിക്ക് മാത്രം നൽകിയ പ്രത്യേകതയാണെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതുപോലെ മൂന്നാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് മറ്റു പ്രവാചകന്മാരിൽ നിന്നുള്ള എന്റെ പ്രത്യേകത ഹുല്ലത്തിലി അൽ ഗനായിം വ ഉഹില്ലത്തിലി അൽ ഗനായിം, യുദ്ധമുതലുകൾ എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചിരിക്കുന്നു. ആദം അലൈഹിസ്സലാം മുതൽ മുഹമ്മദ് നബി വരെയുള്ള പ്രവാചകന്മാരിൽ ഒരു പ്രവാചകനും, മുഹമ്മദ് നബി ഒഴിച്ച ഒരു പ്രവാചകനും യുദ്ധത്തിൽ നിന്ന് പിടിച്ചെടുക്കുന്ന സ്വത്തുക്കൾ എടുക്കാൻ അല്ലാഹു തആല അനുമതി നൽകിയില്ല. മഹാനായ പ്രവാചകന് മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് അനുമതി നൽകിയിട്ടുള്ളൂ. ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നതായിട്ട് കാണാൻ കഴിയും 1747 നമ്പർ ഹദീസ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ് ഈ കാര്യം പറയുന്നത്. റസൂലുള്ളാഹി പറയാണ്, വസാ നബിയ്യും മിനൽ അംബിയാ, പ്രവാചകന്മാരിൽ നിന്നുള്ള മുൻ പ്രവാചകന്മാരിൽ നിന്നുള്ള ഒരു പ്രവാചകൻ യുദ്ധം നയിക്കുകയുണ്ടായി. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, ലാ യത്ബഇനി റജുലുൻ ഖദ് മലക ബുഗ്റ ഇംറഅത്തിൻ വ യുരീദു അൻ യബ്നിയ ബിഹാ വലമ്മാ യബ്നി, എന്റെ കൂടെ യുദ്ധത്തിന് വരുന്ന ആളുകളിൽ ഇപ്പൊ പുതിയതായി കല്യാണം കഴിച്ച് ആരും ഉണ്ടാകാൻ പാടില്ല. ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച് വീട് കൂടാതെ ആ വീട് കൂടണം എന്നുള്ള ലക്ഷ്യത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ഇപ്പൊ യുദ്ധത്തിന്റെ പ്രഖ്യാപനം വന്നപ്പോ ഇങ്ങോട്ട് ഓടി വന്ന ആളുകളുണ്ടല്ലോ, അങ്ങനത്തെ ആളുകൾ ആരും വരണ്ട, അവരൊക്കെ മാറി നിൽക്കും. അതുപോലെ വീടിന്റെ പണി പൂർത്തിയാകാതെ വീടിന്റെ പണി നടത്തുടങ്ങി അതിങ്ങനെ കുറെ ആണ്ട് മുക്കാൽ ഭാഗമൊക്കെ എത്തിയിട്ട് നിൽക്കുന്ന ആളുകളുണ്ടല്ലോ, ആ പെരപ്പണി കഴിയാത്ത ആളുകൾ ആരും പോരണ്ട, അത് നിങ്ങൾ പൂർത്തിയായിക്കോ, യുദ്ധത്തിന് വരണ്ട. അതുപോലെ തന്നെ ആടിനെ മേടിച്ച ആളുകളും ഇതിന്റെ കൂടെ വരണ്ട. ആ ആട് പ്രസവിക്കാനായിട്ടുണ്ട്, അപ്പൊ അതിന്റെ കുഞ്ഞിനെ പ്രതീക്ഷിക്കുന്ന ആളുകൾ അവരവിടെ തന്നെ നിന്നോ. അങ്ങനെ ആ പ്രവാചകൻ യുദ്ധം ചെയ്യുകയാണ്. അങ്ങനെ അദ്ദേഹം ഒരു നാട്ടിലേക്ക് എത്തുന്ന ഒരു അസ്ർ നമസ്കാരത്തിന്റെ സമയമാകുന്നു. അദ്ദേഹം ആ അസ്ർ നമസ്കാരത്തിന്റെ സമയമാകുമ്പോ സൂര്യൻ അതാ അങ്ങനെ അസ്തമിക്കാൻ പോകുന്ന സമയമാണ്. അസ്റിന്റെ സമയം കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ. അപ്പൊ അദ്ദേഹം സൂര്യനോട് പറഞ്ഞ്, അന്തിമഅമൂറ, ഓ സൂര്യ നീ കൽപ്പിക്കപ്പെട്ടവനാണ്. സൂര്യനെ അന്തി എന്നാ പറയാ, പെണ്ണ് എന്നുള്ള പ്രയോഗത്തിലാണ് അറബിയിൽ പ്രയോഗിക്കുക. നീ അല്ലാഹുവിന്റെ കൽപ്പനക്കനുസരിച്ച് പോകുന്നതാ. വാനമാമൂറുൻ, ഞാൻ അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം ഞാൻ പ്രവർത്തിക്കുന്നവനാണ്. അപ്പൊ യുദ്ധത്തിനാ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് മഹാനവരുകൾ പറഞ്ഞു, സൂര്യനോട് പറഞ്ഞു, അടങ്ങി നിൽക്ക്, ഓടല്, ഒന്ന് വെയിറ്റ് ചെയ്യും. എന്നിട്ട് അള്ളാഹിനോട് പ്രാർത്ഥിച്ചു, അള്ളാഹുവേ സൂര്യനെ കുറച്ച് വെയിറ്റ് ചെയ്യിപ്പിക്കും. പെട്ടെന്ന് തന്നെ രാത്രിയായി കഴിഞ്ഞാൽ ഒരുപാട് പരിപാടികൾ നടക്കാതെ പോകും. അങ്ങനെ അല്ലാഹു തആല മഹാനവറുകൾക്ക് വേണ്ടി, ആ പ്രവാചകന് വേണ്ടി സൂര്യനെ അല്ലാഹു തടഞ്ഞു വെക്കുകയാണ്. അങ്ങനെ അങ്ങനെ സൂര്യൻ അസ്തമിക്കാതെ ആ വെളിച്ചത്തിൽ അദ്ദേഹം യുദ്ധം നടത്തി, പടയോട്ടം നടത്തി, അദ്ദേഹം വിജയിക്കുകയുണ്ടായി. അങ്ങനെ അവർ യുദ്ധത്തിൽ നിന്ന് നേടിയെടുത്ത സ്വത്തുക്കളെല്ലാം അവർ ഒരുമിച്ച് കൂട്ടിയ പ്രവാചകൻ.
ആ യുദ്ധം മുതൽ തിന്നാൻ ആകാശത്തിൽ നിന്ന് തീ ഇറങ്ങി വന്നു. തീ തിന്നില്ല. അതായത് മുൻ പ്രവാചകന്മാരുടെ അനുയായികൾ യുദ്ധം ചെയ്താൽ ആ യുദ്ധത്തിൽ നേടിയെടുത്ത സ്വത്തുക്കളെല്ലാം അവർ വിശാലമായ സ്ഥലത്ത് കൊണ്ടുവന്ന് കൂട്ടും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തിൽ തീയിനെ ഇറക്കും. അങ്ങനെ തീ വന്നിട്ട് അതിനെ കരിച്ചു കളയുകയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, എത്രമാത്രം വിശ്വാസമാണ് അതിലൂടെ വിശ്വാസികൾക്ക് ശക്തമാവുക. അങ്ങനെയായിരുന്നു മുൻ പ്രവാചകന്മാരുടെ അവസ്ഥ. പക്ഷേ ഈ യുദ്ധത്തിൽ ആ തീ ഇറങ്ങി എന്നല്ലാതെ ആ യുദ്ധമുതലിനെ കരിച്ചു കളഞ്ഞില്ല. അപ്പൊ പ്രവാചകൻ അവരോട് പറഞ്ഞു, ഫീക്കും ഗുലൂലുൻ, നിങ്ങളിൽ ആരോ ഒരാൾ കള്ളത്തരം കാണിച്ചിട്ടുണ്ട്. ഫൽയുബായിഅനി മിൻ കുല്ലി ഖബീലത്തിൻ റജുലുൻ, അതുകൊണ്ട് നിങ്ങളുടെ എല്ലാ ഗോത്രത്തിൽ നിന്നുള്ള ഒരാൾ എന്റെ അടുക്കൽ വന്നിട്ട് എന്നോട് ബൈഅത്ത് ചെയ്യണം. ഞങ്ങൾ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു, ആരും കെട്ടിട്ടില്ല എന്ന് പറഞ്ഞു, ബൈഅത്ത് ചെയ്യണം. അങ്ങനെ അപ്പൊ ഒരാള് കട്ടെടുത്തിട്ടില്ല എന്ന് പറഞ്ഞ് കൈ കൊടുത്തപ്പോ അദ്ദേഹത്തിന്റെ കൈ പ്രവാചകന്റെ കൈയുമായി ഒട്ടി നിന്നു. വേറിടാതാണ് ജാമായി. അള്ളാഹുവിന്റെ ഖുദ്റത്ത്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്, നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പൊ ആ പ്രവാചകൻ പറയാണ്, ഫീകുമുൽ ഗുലൂൽ, നിങ്ങളാണ് വഞ്ചന നടത്തിയിട്ടില്ലേ, നിന്റെ ആളുകൾ ആരോ ഇതിൽ നിന്ന് വഞ്ചന നടത്തിയിട്ടുണ്ട്. ഫൽ തുബായിഅനി ഖബീലതുക, നിന്റെ ഗോത്രം, നിന്റെ ആളുകൾ എന്നോട് ബൈഅത്ത് ചെയ്യണം. അങ്ങനെ ബൈഅത്ത് ചെയ്യാൻ വേണ്ടി വന്നപ്പോ ഫലസിഖത്ത് ബിയദി റജുലൈനി ഔ സലാസ, രണ്ടോ മൂന്നോ ആൾക്കാരുടെ കൈയാണ് പൊട്ടിച്ചത്. അതായത് കള്ളന്മാരെ പിടിക്കപ്പെട്ട് കൈയോടെ. അപ്പൊ ആ പ്രവാചകൻ പറഞ്ഞു, ഫീകുമുൽ ഗുലൂൽ അൻതും വലൽതും, നിങ്ങളിൽ വഞ്ചകന്മാരുണ്ട്, നിങ്ങളിൽ കള്ളന്മാരുണ്ട്, നിങ്ങളാണ് കണ്ടിട്ടുള്ളത്. അങ്ങനെ കള്ളത്തരം പിടിക്കപ്പെട്ടപ്പോ ഒരു പശുവിന്റെ ശിരസ് പോലെയുള്ള ഒരു സ്വർണത്തിന്റെ കട്ടി അവർ തട്ടിയെടുത്തത് അവർ കൊണ്ടുവന്നു. എന്നിട്ട് ആ പ്രവാചകൻ പറഞ്ഞു അവരോട് ഈ കാര്യം തീ വരുന്ന സ്ഥലത്തേക്ക് ആ സ്വത്തുക്കളൊക്കെ എല്ലായിടത്തും കൊണ്ടുപോയി വെക്കാൻ പറയാം. അങ്ങനെ ഒഴിഞ്ഞ സ്ഥലത്ത് ആ സ്വത്തുക്കൾ കൂട്ടിയിട്ട് അതിന്റെ മുകളിൽ ഈ സ്വർണം വെക്കുകയാണ്. അങ്ങനെ തീ വന്നു, ആ തീ അതിനെ കരിച്ചു കളഞ്ഞു. എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം? മുൻ പ്രവാചകന്മാർക്ക് ആർക്കും തന്നെ യുദ്ധം മുതലെടുക്കാൻ അള്ളാഹു അനുവാദം നൽകിയില്ല. ആരെങ്കിലും അറിയാതെ യുദ്ധമുഖത്തിൽ എടുത്തു കഴിഞ്ഞാൽ അവരെ അള്ളാഹ് തന്നെ പിടികൂടുന്ന സംവിധാനമായിരുന്നു മുൻ പ്രവാചകന്മാർക്ക് എന്ന് റസൂൽ പറയാ. ഫലം തഹില്ലൽ ഗനാഇമു ലിഅഹദിൻ മിൻ ഖബ്ലിനാ, നമ്മുടെ മുമ്പ് ഒരു പ്രവാചകനും യുദ്ധം മുതൽ അനുവദിച്ചിട്ടില്ല. കാരണം എന്താ, നമുക്കിത് അനുവദിക്കാൻ കാരണം അള്ളാഹു നമ്മളുടെ ദുർബലത കാണുന്നവനാണ്. നമ്മുടെ കഴിവുകേടും അവൻ അറിയാം. അതുകൊണ്ട് അള്ളാഹു തആല യുദ്ധ മുതലുകളെ നമുക്ക് വിശുദ്ധമാക്കി തന്നു, നമുക്ക് അനുവദിച്ചു തന്നു. അപ്പോ ഈ പ്രോഗ്രാം നേരത്തെ നമ്മൾ പറഞ്ഞു, ആപ്തവാക്യം പ്രവാചകന്റെ പ്രത്യേകതയാണ്. അതേപോലെ തന്നെ യുദ്ധ മുതലുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന് മാത്രം പ്രത്യേകമാക്കിയതാണ്, മറ്റൊരു പ്രവാചകനും അനുവദിച്ചിട്ടില്ല. അതുപോലെ തന്നെ റസൂലുള്ളാഹി പറഞ്ഞു, അള്ളാഹു എനിക്ക് ഭൂമിയെ ശുദ്ധിയുള്ളതും അതുപോലെ പള്ളിയുമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മഹാനായ ഹാഫിദുദ്ദീൻ പറയാണ്, എന്ന് പറഞ്ഞാൽ ഇന്നോടത്തെ സുജൂദ് ചെയ്യാൻ പാടുള്ളൂ, ഇന്നോടത്ത് പറ്റൂല എന്നില്ല, ഭൂമിയിൽ എവിടെയും പറ്റും. അതേ സ്ഥാനത്ത് മുൻ പ്രവാചകന്മാർക്ക് അങ്ങനെയല്ല, അവർക്ക് നിശ്ചയിച്ച ചില സ്ഥലങ്ങളിൽ അവിടെ മാത്രമേ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഭൂമിയെ തന്നെ ഇപ്പൊ നമ്മൾ തയമ്മം ചെയ്യാൻ വേണ്ടി മണ്ണ് ഉപയോഗിക്കാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവിടുത്തെ ഉമ്മത്തിനും അല്ലാഹു തആല അനുവദിച്ചു കൊടുത്തു, എവിടെയും നമസ്കരിക്കാം. ഇപ്പൊ നമ്മളൊക്കെ ഇങ്ങനെ പല സ്ഥലങ്ങളിലും പോകുമ്പോ പള്ളി ഇല്ലാത്ത സ്ഥലമാകുമ്പോൾ നമസ്കരിക്കാൻ നമുക്കൊരു മടിയാ. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, എവിടെയും നമുക്ക് അള്ളാഹ് മസ്ജിദ് ആക്കിയിട്ടുണ്ട്,
ആ ബോധ്യത്തോടു കൂടെ നമ്മൾ നമസ്കരിക്കണം എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ അഞ്ചാമതായി റസൂലുള്ളാഹി ഉർസിൽതു ഇലൽ ഖൽഖി കാഫ, മുഴുവൻ ജനങ്ങളിലേക്കുമാണ് എന്നെ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിങ്ങൾക്കറിയാം, സൂറത്ത് ആറാഫിന്റെ 158 ആയത്തിൽ അല്ലാഹു എന്താ പറയുന്നത്? യാ അയ്യുഹന്നാസ് ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ, ജനങ്ങളെ നിങ്ങൾ എല്ലാവരിലേക്കുമാണ് എന്നെ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. ആരൊക്കെ മനുഷ്യന്മാർ ഭൂമിയിലുണ്ടോ അവർക്കെല്ലാം എന്നെ പ്രവാചകനായി നിയോഗിച്ചിരിക്കുന്നു. സൂറത്ത് ഫുർഖാനിന്റെ 1 ആയത്തിൽ അല്ലാഹു പറയുന്നത് തബാറക്കല്ലദീ നസ്സലൽ ഫുർഖാന അലാ അബ്ദി ലിയകൂന ലിൽ ആലമീന നദീറാ, പ്രവാചകൻ ലോകത്തിന് താക്കീതുകാരനായിട്ടാണ് എല്ലാ മനുഷ്യന്മാർക്കും ദേശവ്യത്യാസമില്ലാതെ, ഭാഷ വ്യത്യാസമില്ലാതെ, നിറവ്യത്യാസമില്ലാതെ ലോകത്തുള്ള എല്ലാ മനുഷ്യരിലേക്കും. അതേപോലെ സൂറത്തു സബയിൽ കാണാം വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ വമാ അർസൽനാക ഇല്ലാ കാഫത്തൽ ലിന്നാസി ബശീറൻ വനദീറാ. മാ അർസൽനാക, നിങ്ങളെ നമ്മൾ നിയോഗിച്ചിട്ടില്ല ലോകത്തുള്ള മുഴുവൻ ജനങ്ങളിലേക്കും, ഇല്ല കാഫ എന്ന് പറഞ്ഞാൽ എല്ലാവരിലേക്കും താക്കീതുകാരനും സന്തോഷ വാർത്ത അറിയിക്കുന്നവരുമായിട്ടാണ് നിങ്ങൾ നാം നിയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ ഖുർആനിന്റെ ഓരോ വചനങ്ങളിലും നമുക്കിത് കാണാൻ കഴിയും. അവസാനത്തെ പ്രവാചകനായിട്ട് നിയോഗിക്കപ്പെട്ട മുഹമ്മദ് മുസ്തഫ ലോകത്തുള്ള മുഴുവൻ ജനങ്ങളിലേക്കുമാണ് നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീത്ത് കാണാം. 249 നമ്പർ ഹദീത്ത് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വദിത്തു അന്നാ ഖദ് റഅയ്നാ ഇഖ്വാനനാ, നമ്മുടെ സഹോദരങ്ങളെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ എന്ന് എനിക്ക് വല്ലാത്ത ആഗ്രഹം. നമ്മുടെ സഹോദരന്മാരെ കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. അപ്പൊ സഹാബാക്കൾ പറഞ്ഞു, നബിയെ അവലസ്നാ ഇഖ്വാനൻ, ഞങ്ങൾ നിങ്ങളുടെ സഹോദരന്മാരല്ലേ നബിയെ? അപ്പൊ നബി പറയാണ്, അൻതും അസ്ഹാബി, നിങ്ങൾ എന്റെ സഹാബാക്കളാണ്. വഇഖ്വാനുന അല്ലദീന ലം യഅ്തു ബഅദു, എന്റെ സഹോദരന്മാരെന്ന് പറഞ്ഞാൽ ഇന്ന് വരെ വരാത്ത ആളുകളാണ്, ജനിക്കാത്ത ആളുകൾ, എന്നെ കാണാത്ത ആളുകൾ, അവരാണ് ഇഖ്വാനുകൾ. അഥവാ ഇവിടുന്ന് അങ്ങോട്ട് ജനിക്കുന്ന ആളുകളാണ് എന്റെ അഹ്കൾ, ഇഖ്വാനുകൾ, നിങ്ങൾ എന്റെ സഹാബാക്കളാണ്. അപ്പൊ റസൂലുള്ളാഹിയോട് സഹാബാക്കൾ ചോദിക്കാൻ, നബി പരലോകത്ത് ചെല്ലുമ്പോ കൈഫ തഅരിഫു മൻ ലം യഅതി ബഅദു മിൻ ഉമ്മതിക, ഇതുവരെ നിങ്ങളുടെ ഉമ്മത്തിൽ നിന്ന് വരാത്ത ജനിക്കാത്ത ആളുകളെ എങ്ങനെയാണ് നബിയെ നിങ്ങൾ അറിയുക? അപ്പൊ റസൂലുള്ളാഹി പറയാൻ, അറഅയ്ത ലൗ അന്ന റജുലൻ ലഹു ഖൈലുൻ ഗുർറുൻ മുഹജ്ജലത്തുൻ ബൈന ളഹ്റൈ ഖൈലിൻ ബുഹ്മിൻ അലാ യഅരിഫു ഖൈലഹു, ഒരു മനുഷ്യന് കുതിരയുണ്ട്, ആ കുതിരക്ക് പ്രത്യേകമായ അടയാളങ്ങൾ, വെള്ളയും കറുപ്പും ഒക്കെ ആയിട്ട് പുള്ളിയും കൊത്തുമൊക്കെയുള്ള കൃത്യമായ അടയാളമുള്ള ആ കുതിരയെ ആ കുതിരയുടെ ഉടമസ്ഥനായ മനുഷ്യൻ അറിയില്ലേ? അപ്പൊ സഹാബാക്കൾ പറയാണ്, ബലായ റസൂലല്ലാഹ്, ആ കുതിരയെ അറിയും നബിയെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫഇന്നഹും യഅ്തൂന ഗുർറൻ മുഹജ്ജലീന മിനൽ വുദൂ, എന്നാൽ എന്റെ ഉമ്മത്തുകൾ ഉണ്ടല്ലോ, ഇന്ന് വരെ വരാത്ത ഉമ്മത്തുകൾ നാളെ പാരത്രിക ലോകത്ത് വുദൂ എടുത്തത് കാരണമായി അവരുടെ കൈകാലുകളും മുഖങ്ങളും പ്രകാശിച്ചു കൊണ്ടായിരിക്കും മഹ്ശറിൽ അവർ വരിക. വാന ഫറത്തുഹും അലൽ ഹൗദ്, ഞാൻ എന്റെ ഹൗദുൽ കൗസറിങ്കൽ അവരെ കാത്തിരിക്കുമെന്ന് റസൂലുള്ളാഹി പറയാം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരിലേക്കും നിയോഗിക്കപ്പെട്ടു എന്നതിന്റെ ഒരു രേഖയാണ്, ഞാൻ എന്റെ ഇഖ്വാനിനെ, സഹോദരങ്ങളെ കാത്തിരിക്കുന്നു. സഹോദരങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതുവരെ ജനിക്കാത്ത മനുഷ്യന്മാർ, ഇതുവരെ ഇല്ലാത്ത ആളുകൾ, അവർ നാളെ പരലോകത്ത് വരുമ്പോൾ കൈകാലുകളും മുഖങ്ങളും പ്രകാശിക്കുന്നതായിട്ട് വരും, അവരുടെ ഒതു കാരണമായിക്കൊണ്ട്. ഈ ഹദീസും തന്നെ പണ്ഡിതന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എക്കാലവും ഉള്ള മനുഷ്യന്മാർക്ക് പ്രവാചകനായിട്ട് ലോകത്തിനാകമാനം പ്രവാചകനായി വന്നു എന്ന് ഈ രേഖയാണ്. അതുപോലെ ആറാമതായി പ്രവാചകൻ പറഞ്ഞത്, ഹുതിമ ബി അന്നബിയൂൻ, എന്നെ കൊണ്ട് പ്രവാചകന്മാരെ പൂർത്തീകരിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഞാൻ അവസാനത്തെ പ്രവാചകനാണ്. നമ്മുടെ നാട്ടിൽ വളരെ വലിയൊരു വിവാദമാണ്, അന്ത്യപ്രവാചകനായിട്ട് നബീന്റെ ശേഷം വേറെ ആരെങ്കിലും വരുമോ എന്നൊക്കെയുള്ള ചർച്ചകൾ. ഇപ്പൊ ഖാദിയാനികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം വളരെ രൂക്ഷമായ ഒരു പ്രശ്നമുണ്ടാക്കിയിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി അന്ത്യപ്രവാചകനല്ല. ആ ഖാദിയാനികളെ സംബന്ധിച്ചിടത്തോളം ലോകത്തുള്ള സയനിസ്റ്റുകൾ എല്ലാവിധ സൗകര്യവും അവർക്ക് ചെയ്തു കൊടുക്കുന്നു.
അതുപോലെ ബ്രിട്ടനിൽ അവർക്ക് ആ സ്ഥാനം, ഇസ്രായേലിൽ അവർക്ക് ആ സ്ഥാനം. വളരെ വ്യാപകമായി ഇസ്ലാമിനെതിരെയുള്ള വളരെ സംവിധാനങ്ങളോടുകൂടെ അവർ മുന്നോട്ട് പോകും. അപ്പൊ ഇസ്ലാമിന്റെ പ്രമാണം എന്താണ് പറയുന്നത്? സൂറത്ത് അഹ്സാബിന്റെ 40-ാം വചനത്തിൽ കാണാം, മാ കാന മുഹമ്മദുൻ അബാ അഹദിൻ മിർ റിജാലിക്കും വലാകിർ റസൂലുള്ളാഹി വഖാതമൻ നബിയീൻ. മുഹമ്മദ് നബി നിങ്ങളുടെ ആരുടെയും പിതാവല്ല, എങ്കിലും മഹാനവറുകൾ അല്ലാഹുവിന്റെ റസൂലാണ്, പ്രവാചകന്മാരുടെ അവസാനത്തെ ആളുമാണ് എന്ന് ഖുർആൻ പറയുക. അതുപോലെ മഹാനായ പ്രവാചകൻ ഒരിക്കൽ പറഞ്ഞു, അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അമാ തർലാൻ തകൂന മിന്നി ബിമൻസിലത്തി ഹാറൂന മിൻ മൂസ. അലിയെ, ഞാൻ നിന്നെ ഇവിടെ നിർത്തി പോവുകയാണ്. മദീനയിൽ എന്റെ പകരക്കാരനായി ഇവിടുത്തെ സ്ത്രീകളും കുട്ടികളും ഒക്കെ ഇവിടെ ഉണ്ടല്ലോ, അവർക്കൊക്കെ ഒരു സംരക്ഷകനായി നിന്നെ ഇവിടെ നിർത്തി പോവുകയാണ്. നീ എന്താണ് എന്റെ അടുക്കൽ, നിന്റെ അവസ്ഥ എങ്ങനെയാണ്? നീ മൂസാ നബിക്ക് ഹാറൂൻ നബിക്ക് എങ്ങനെയായിരുന്നോ അതുപോലെയാണ് നീ എനിക്ക് എന്ന് മഹാനായ പ്രവാചകൻ അലി റളിയല്ലാഹു അൻഹുവോട് പറയാം. എന്നിട്ട് നബി പറഞ്ഞു, അലിയെ, പക്ഷേ എനിക്ക് ശേഷം നബി ഇല്ലട്ടോ. ഹാറൂൻ നബിയാണല്ലോ, അതുകൊണ്ട് ഇനി നബി അല്ല. കാരണം എന്താ? എന്റെ ശേഷം നബി ഇല്ല എന്ന് റസൂലുള്ളാഹ്. ഇത് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ 2404 നമ്പർ ഹദീസിൽ നമുക്കിത് കാണാൻ കഴിയും. അതുപോലെ തന്നെ പ്രവാചകന്റെ നുബുവത്ത് അവസാനത്തതാണ് എന്നതിന്റെ ഏറ്റവും വലിയ രേഖ എന്താണ്? നബിമാർ മുറിഞ്ഞുപോയി എന്നുള്ളതാണ്. അതായത് വഹി നിന്നു എന്നുള്ളത്. ഇപ്പൊ പുതുതായിട്ട് വരുന്ന ഞങ്ങൾ നബിമാരാണ്, പ്രവാചകന്മാരാണെന്ന് പറയുന്ന ആളുകൾക്കാർക്കും വഹി വരുന്നില്ല. വഹി ഉണ്ടെങ്കിൽ അവരത് പറയേണ്ടതാണ്, വഹി ഇല്ലതാണ്. അത് മുറിഞ്ഞുപോയി. അത് തന്നെയാണ് പ്രവാചകൻ അവസാനത്തെ പ്രവാചകനാണ് എന്നതിന്റെ രേഖ. ഇനി മാത്രമല്ല, ഇമാം മുസ്ലിമും ബുഖാരിയും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാം, റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, മസലി വ മസലുൽ അംബിയാഇ മിൻ ഖബലി. എന്റെയും എന്റെ മുൻ പ്രവാചകന്മാരുടെയും ഉപമ കമസലി റജുലിൻ ബനാ ബൈതൻ ഫഅഹ്സനഹു വഅജ്മലഹു ഇല്ലാ മൗദിയ ലബ്നത്തിൻ മിൻ സാബിയത്തിൻ. അതായത് ഒരു മനുഷ്യൻ നല്ല ഒരു കൊട്ടാരം, ഒരു വീടുണ്ടാക്കി, എന്നിട്ട് എല്ലാ ഭാഗങ്ങളും റെഡിയാക്കി. അങ്ങനെ റെഡിയാക്കിയപ്പോൾ ഒരു ഇഷ്ടിക മാത്രം വെക്കാൻ ബാക്കിയുണ്ട്. അങ്ങനെയുള്ള ഒരു ബിൽഡിംഗ് പോലെയാണ് എന്റെയും നിങ്ങളുടെയും ഉപമ. ഫജഅലന്നാസു യതൂഫൂന ബിഹി. ആ ബിൽഡിംഗ് ആളുകൾ ഇങ്ങനെ പ്രദക്ഷിണം വെക്കുന്നു. അവര് പറയും, ഒരൊറ്റ ഇഷ്ടികയുടെ കുറവുണ്ട്, ആ ഒരു ഇഷ്ടികന്റെ കുറവും കൂടി വെച്ചാൽ ഈ വീട് നല്ല ഭംഗിയുള്ളതാകും എന്ന് ജനങ്ങൾ പറയുന്ന സന്ദർഭത്തിൽ ആ ഇഷ്ടികയാണ് ഞാനാണ് അവസാനത്തെ പ്രവാചകൻ എന്ന് റസൂലുള്ളാഹി പറയാം. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ 3535 നമ്പർ ഹദീസിലും സ്വഹീഹ് മുസ്ലിമിൽ 2286 നമ്പർ ഹദീസിലും നമുക്കിത് കാണാൻ കഴിയും. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരുകൾ ഹദീസിൽ വ്യക്തമായി പറയാൻ, അതിലും ഇതിന് സൂചന നൽകുന്നു. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ് 2354 നമ്പർ ഹദീസിൽ കാണാം, റസൂലുള്ളാഹി പറയാൻ, അന മുഹമ്മദുൻ, ഞാൻ മുഹമ്മദാണ്, വ അന അഹ്മദു, ഞാൻ അഹ്മദാണ്, എന്റെ പേര് അഹ്മദാണ്, വ അനൽ മാഹി, എന്റെ പേര് മാഹി എന്നുള്ളത് എന്റെ പേരാണ്, അല്ലദീ യുംഹാ ബിൽ കുഫ്റു, മാഹി എന്ന് പറഞ്ഞാൽ മായിക്കുന്നവൻ, മായ്ച്ചു കളയുന്നവനാണല്ലോ, ഡിലീറ്റ് ചെയ്യുന്നവനാണല്ലോ. അതായത് ഞാൻ കാരണമായിക്കൊണ്ട് അവിശ്വാസത്തെ മായ്ച്ചു കളയും. ഞാൻ ജനങ്ങളെ എല്ലാവരെയും എന്റെ പിന്നിൽ അണിനിരത്തുന്നവനാണ്. ഹാഷിർ എന്നെന്റെ പേരാണ്. ഞാൻ ആഖിബാണ്. അല്ലദീ ലൈസ ബഅദഹു നബിയ്യുൻ. ഈ ആഖിബ് എന്ന് പറഞ്ഞാൽ ശേഷം നബി ഇല്ലാത്തവനാണ്. എല്ലാ പ്രവാചകന്മാരുടെയും പിന്നിൽ വന്ന പ്രവാചകനാണ് ഞാൻ. ലൈസ ബഅദഹു നബിയ്യുൻ. ആ പ്രവാചകന് ശേഷം നബിയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുകയാണ്. സ്വഹീഹ് മുസ്ലിമിന്റെ 2354 നമ്പർ ഹദീസിൽ.
അതുപോലെ തന്നെ നമുക്ക് കാണാൻ കഴിയും ബുഖാരിയുടെ 3455 നമ്പർ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, കാനത്ത് ബനൂ ഇസ്രായീല തസൂസുഹുൽ അംബിയാ, ബനീ ഇസ്രായീലിലേക്ക് നിരവധി പ്രവാചകന്മാർ ഇങ്ങനെ ഒന്നിനു പിറകെ ഒന്നായി വരും. കുല്ലമാ ഹലക നബിയുൻ ഖലഫഹു നബിയുൻ, ഒരു നബി നശിച്ചു പോകുമ്പോൾ വേറെ നബി പിന്നീട് വരും. എന്നാൽ വഇന്നഹു ലാ നബിയ ബഅദി, എന്റെ ശേഷം നബിമാരില്ല കേട്ടോ. സഹീഹ് ബുഖാരിയുടെ 3455 നമ്പർ ഹദീസ്. ഇനി ഇതിലുള്ള ഒരു വിഷയം, നമ്മളുടെ ഇടയിൽ കാണാറുള്ള ഒരു ചെറിയൊരു തെറ്റിദ്ധാരണകളുണ്ട്. എന്താണ്? ചില ആയത്തുകളിൽ നമുക്ക് കാണാൻ കഴിയും, പിന്നെ ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുൽ, ഒരു പ്രവാചകന്മാരുടെ ഇടയിൽ നമ്മൾ വിട്ടുപിരിക്കില്ല. അതുപോലെ ചില ആയത്തിൽ കാണാം തിൽക്കർ റസൂൽ ഫളൽനാ ബഅദഹും അലാ ബഅദ്, ചില പ്രവാചകന്മാരെക്കാൾ നമ്മൾ ശ്രേഷ്ഠമാക്കിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രയോഗങ്ങൾ വരികയും അവിടെ ആളുകൾക്ക് സംശയങ്ങൾ ഉണ്ടാവുകയും ചെയ്യാറുണ്ട്. അതായത് ഒരു പ്രവാചകൻ മറ്റേ പ്രവാചകനേക്കാൾ പൊക്കരുത് എന്ന് പറയുന്ന ഹദീസ് നോക്കൂ നിങ്ങൾ. ബുഖാരിയുടെ 3414 നമ്പർ ഹദീസില് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, ബൈനമാ യഹൂദിയും യഅരിദു സിൽഅതഹു ഉൽതിയ ബിഹാ ശൈഅൻ കരീം, ഒരു യഹൂദി മാർക്കറ്റിൽ ഇങ്ങനെ അദ്ദേഹത്തിന്റെ ചരക്ക് വിൽക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന് വെറുപ്പുള്ള എന്തോ ഒരു കാര്യം അവിടെ പ്രകടമായി. ആ സമയത്ത് ആ മനുഷ്യൻ അതിനെ നിഷേധിച്ചുകൊണ്ട് പറയാൻ, ലാ വല്ലദി ഇസ്തഫാ മൂസ അലൽ ബസർ, നീ പറഞ്ഞ ഞാൻ സമ്മതിക്കൂല. മൂസാ നബിനെ ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരെക്കാണെയും ഉന്നതനാക്കിയ അല്ലാഹു തന്നെയാണ് സത്യം എന്നാണ് പറഞ്ഞ ഒരു യഹൂദി. കാരണം യഹൂദരുടെ പ്രവാചകൻ മൂസാ നബിയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞത് മൂസാ നബിയെ ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരെക്കാണെയും ഉന്നതനാക്കിയ അല്ലാഹു തന്നെയാണ് സത്യം എന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അൻസാരികളിൽപ്പെട്ട ഒരു സഹാബി അദ്ദേഹം എണീറ്റ് നിന്നിട്ട് ഫലതമ വജഹു, ആ യഹൂദിയുടെ മുഖത്തിന് ഠേ എന്ന് പറഞ്ഞ ഒറ്റടി. എന്നിട്ട് ആ സഹാബി പറഞ്ഞു, തഖൂലു വല്ലദി ഇസ്തഫാ മൂസ അലൽ ബശർ വന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബൈന ദുഹൂരിന, അള്ളാന്റെ റസൂൽ ഇവിടെ ഉണ്ടാവുമ്പോ മൂസാ നബിയാണ് മനുഷ്യന്മാരെക്കാണ് ഏറ്റവും ഉന്നതൻ എന്ന് പറയാനാണോ നീ എന്ന് പറഞ്ഞു നന്നായി ഏർപ്പെടുത്തു. അതേ നേരെ റസൂലുള്ളാഹിന്റെ അടുത്ത് കൂടി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അബൽ ഖാസിം ഇന്നലി ദിമ്മതൻ വാഹിദ ഫമാ ബാലു ഫുലാനിൻ ലതമ വജ്ഹി, മുഹമ്മദേ, നബിന്റെ ഓമന പേരാണ് അബുൽ ഖാസിം എന്നുള്ളത്. എന്ത് പരിപാടിയാണ് ഈ കാണുന്നത്? എനിക്ക് ദിമ്മത്തില്ലേ, നിങ്ങൾ എനിക്ക് സുരക്ഷിതത്വം വാഗ്ദാനം ചെയ്തതല്ലേ, നിങ്ങളും ഞാനും തമ്മിൽ കരാറിലല്ലേ, എന്നെ എന്തിനാണ് ഇങ്ങനെ അദ്ദേഹം എന്റെ മുഖത്തടിച്ചത് എന്ന് പരാതി പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി സഹാബിയെ വിളിച്ചിട്ട് പറഞ്ഞു, ലിമ ലതംത വജ്ഹ, എന്തിനാണ് അയാൾ തല്ലിയത്? അപ്പൊ സഹാബി പറഞ്ഞു, നബി എങ്ങനെയാണ് സംഭവിച്ചത്? അപ്പൊ ഞാൻ അവന്റെ പെരടിക്ക് മൂത്തക്കൊന്നാർ കൊടുത്തു. മൂസാ നബിയാണ് ഏറ്റവും മനുഷ്യന്മാരെക്കാണ് ഏറ്റവും ഉന്നതനെന്ന് അദ്ദേഹം പറഞ്ഞപ്പോ എനിക്ക് ദേഷ്യം കടിച്ചതാ. അപ്പൊ റസൂലുള്ളാഹി ഇതിന് കേട്ടപ്പോ നബിക്ക് അങ്ങോട്ട് ദേഷ്യം കഠിനമായി. ആ ദേഷ്യം കഠിനമായത് പ്രവാചകന്റെ മുഖത്ത് കാണാൻ സാധിച്ചു എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാം. എന്നിട്ട് നബി പറഞ്ഞു, ലാ തുഫദ്ദിലു ബൈന അംബിയാ ഇല്ലാ, അല്ലാഹുവിന്റെ പ്രവാചകന്മാരുടെ ഇടയിൽ നിങ്ങൾ ശ്രേഷ്ഠത നിങ്ങൾ കൽപ്പിക്കരുത് കേട്ടോ. നിങ്ങൾ കുറെ ആൾക്കാരെ വലുതാക്കുക, വേറെ കുറച്ച് ആൾക്കാരെ ചെറുതാക്കുക, അങ്ങനത്തെ പരിപാടിക്ക് നിങ്ങൾ മെനക്കെടാൻ പാടില്ല എന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ രൂക്ഷമായി വിമർശിക്കാൻ. എന്നിട്ട് നബി പറഞ്ഞു, ഫൈനഹു യുൻഫഖു ഫിസ്സൂരി ഫയസ്അഖു മൻ ഫിസ്സമാവാത് വമൻ ഫിൽ അർദ് ഇല്ലാ മൻ ശാ അല്ലാഹ് ثم ينفخ في أخرى فأكون أول من بعث فإذا موسى آخذ بالعرش فلا أدري أحسب بساقته يوم الطور أم بعث قبلي. എന്ന് പറഞ്ഞാല് അന്ത്യനാളാകുന്ന സമയത്ത് ആദ്യമായിട്ട് ഉയർത്തെഴുന്നേൽപ്പുണ്ടാവുക എനിക്കാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. എന്നിട്ട് മഹാനവറുകൾ പറയുകയാണ്, അപ്പൊ മൂസ അലൈഹിസ്സലാം അർശിന്റെ തൂണിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടാകും. മഹാനവറുകൾക്കുള്ള സയക്കത്ത്, മഹാനവറുകൾ ബോധം കെട്ടുകൊണ്ട് വീണല്ലോ, അത് തൂറിന്റെ അന്നാണോ ആ സയക്കത്ത് ഉണ്ടായത്, ആ ഭീകരമായ അവസ്ഥ ഉണ്ടായത്, അതോ എന്റെ മുമ്പ് സംഭവിച്ചതാണോ എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി പറയാണ്, ഈ പ്രവാചകന്മാർക്കിടയിൽ നിങ്ങൾ അവ്യക്തത ഉണ്ടാക്കരുത്. അവൻ വലിയ പ്രവാചകനാണ്, ഈ പ്രവാചകൻ വലിയ പ്രവാചകനാണ് എന്ന് നിങ്ങൾ പറയരുത്.
അതുപോലെ ബുഖാരിയുടെ തന്നെ ഈ ഹദീസിന്റെ ഒരു ഷോർട്ടായിട്ട് നമുക്ക് കാണാൻ കഴിയും. റസൂലുള്ളാഹി പറയാം, ലാ തുഖയ്യിറു ബൈനൽ അംബിയ, പ്രവാചകന്മാർക്കിടയിൽ നിങ്ങൾ ഈ പ്രവാചകനാണ് ഏറ്റവും ഹൈറായ പ്രവാചകൻ, മറ്റേ പ്രവാചകനാണ് ഹൈറായ പ്രവാചകൻ എന്ന് പറയരുത്. ബുഖാരിയുടെ 6916 നമ്പർ ഹദീസിലാണ്. അപ്പോ ഈ പറഞ്ഞതിൽ നമ്മൾ എന്ത് ചെയ്യും? അല്ലാഹു ഖുർആനിൽ പറഞ്ഞു, പ്രവാചകന്മാരിൽ ചിലരെ നമ്മൾ ചിലരെക്കാൾ ശ്രേഷ്ഠമാക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മുകളിൽ പറഞ്ഞു നിങ്ങൾ പ്രവാചകന്മാരെ ശ്രേഷ്ഠമാക്കരുത് എന്നും പറഞ്ഞിരിക്കുക. അപ്പൊ ഈ ഹദീസുകളെയും അതുപോലെ ആയത്തിനെയും ഒക്കെ പഠന വിധേയമാക്കിയ പണ്ഡിതന്മാർ പറയുന്നത്, ഹാഫിദ് ദുനിയ തന്റെ ഫതുൽ ബാരിയിൽ പറഞ്ഞു, ഖാൽ ഉലമാഉ ഫീ നഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അനി തഫ്ളീൽ ബൈനൽ അംബിയാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അമ്പിയാക്കൾക്കിടയിൽ ഒരു പ്രവാചകൻ നല്ല പ്രവാചകനാണെന്ന് പറഞ്ഞുകൊണ്ട് പൊക്കരുത് എന്ന് പറഞ്ഞല്ലോ. അതിനെപ്പറ്റി പണ്ഡിതന്മാർ പറഞ്ഞത്, ഇന്നമാ നഹാ അൻ ദാലിക മിൻ മൻ യഖൂലു ബിറഇഹി ലാ മൻ യഖൂലു ബിദലീൽ, അതായത് സ്വന്തമായി കൊണ്ട് അങ്ങോട്ട് പറയാം, ഇസ്ലാമിന്റെ പ്രമാണത്തിന്റെ വെളിച്ചത്തിലല്ലാതെ തന്റെ ആഗ്രഹപ്രകാരം അങ്ങോട്ട് ഒരു പ്രവാചകൻ നല്ലവനാണ് എന്ന് അങ്ങോട്ട് പറയുന്ന ആ പരിപാടിയാണ് ഇവിടെ വിലക്കിയിട്ടുള്ളത് എന്ന്. അതുപോലെ തന്നെ മഹാനായ ഹാഫിദ് ദുനിയ പറയും, മസലൻ ഇദാ ഖുൽനാ ഇന്നഹു അഫ്ളലു മിനൽ മുഅദ്ദിനി ലാ യസ്തൽസിമു നഖ്സ ഫളീലത്തിൽ മുഅദ്ദിനി ബിൻനിസ്ബതി ഇലൽ അദാൻ എന്ന് പറഞ്ഞാൽ, ഒരു പള്ളിയിൽ ജമാഅത്ത് നടക്കുന്ന സമയത്ത് നമ്മൾ പറയാണ് ഇമാം മുഅദ്ദിനിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠനാണ് എന്ന് നമ്മൾ പറഞ്ഞാൽ ആ മുഅദ്ദിന് എന്തെങ്കിലും കുറവ് സംഭവിക്കോ? ബാങ്ക് കൊടുക്കുന്നവർ എന്നുള്ളത് വലിയ പുണ്യമുള്ള ഒരു കാര്യമാണ്. ആ ബാങ്ക് കൊടുക്കുന്ന മനുഷ്യന് എന്താണോ ശ്രേഷ്ഠത ഉള്ളത് അതിന് യാതൊരു കുറവുണ്ടാവില്ല. എന്നാൽ ഇമാം ശ്രേഷ്ഠനാണെന്ന് പറയുമ്പോൾ ശ്രേഷ്ഠൻ തന്നെയാണ്. എന്നാൽ ഇമാമിനെയും മുഅദ്ദിനെയും നിങ്ങൾ എന്ത് ചെയ്യേണ്ട? വലുതാക്കാനും ചെറുതാക്കാനും മെനക്കെടേണ്ട, അവർക്കുള്ള സ്ഥാനം അല്ലാഹു കൊടുത്തിട്ടുണ്ട് എന്ന ആശയത്തിലാണ് ഇതിനെ മനസ്സിലാക്കേണ്ടത് എന്ന് ഹാഫിദ് ദുനിയ പറയാം. അതുപോലെ തന്നെ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറഞ്ഞു, ഫമൽ ജമു ബൈന ഹാദിഹിൽ ആയതി വ ബൈനൽ ഹദീസ്, ഈ ഹദീസുകളുടെയും ആയത്തുകളുടെയും ഇടയിൽ എങ്ങനെയാണ് നമ്മൾ ഒരു കൂട്ടിയോജിപ്പിക്കുക? ഹദീസിൽ പറഞ്ഞു ഒരു പ്രവാചകൻ മറ്റേ പ്രവാചകരെക്കാൾ ശ്രേഷ്ഠമാണെന്ന് പറയരുത്. ആയത്തിൽ പറഞ്ഞു ചില പ്രവാചകന്മാർക്ക് ചിലരെക്കാൾ ശ്രേഷ്ഠത നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഈ നിങ്ങൾ അതിന് മെനക്കെടരുത് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയുന്നത്, ലാ തുഫദ്ദിലു ബിമുജറദിൽ ആറാഇ വൽ അസബിയ, നിങ്ങളുടെ വിഭാഗീയതയുടെ അടിസ്ഥാനത്തിൽ ഗ്രൂപ്പിസത്തിന്റെ അടിസ്ഥാനത്തിൽ ശ്രേഷ്ഠമാക്കരുത് എന്നാണ് പറഞ്ഞത്. അത് യഹൂദി പറഞ്ഞല്ലോ, ഞങ്ങളുടെ മൂസാ നബി എല്ലാരെക്കാളും വലിയ ആള് എന്ന രൂപം. അതേപോലെ തന്നെ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറഞ്ഞു, അന്ന ഹാദാ നഹ്യുൻ അനി തഫ്ളീൽ ഫീ മിത്ലി ഹാദിഹിൽ ഹാലില്ലത്തി തഹാകമു ഫീഹാ ഇൻദ തഖാസു, തർക്കിക്കുന്ന സമയത്തിലുള്ള പ്രവാചകന്മാർ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഈ പ്രവാചകൻ ഇത്ര ശ്രേഷ്ഠത മറ്റേ പ്രവാചകൻ ഇത്ര ശ്രേഷ്ഠത എന്ന് പറയുന്നതാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ പ്രവാചകന്മാർക്ക് വ്യത്യസ്ത ശ്രേഷ്ഠതകൾ അല്ലാഹു തആല അവർക്ക് നൽകിയിട്ടുണ്ട്. എങ്കിലും നബി എന്നുള്ള നിലക്കുള്ള മഹത്തൻ നബിമാർക്ക് എല്ലാവർക്കും തുല്യം, അതുപോലെ റസൂൽ എന്ന നിലക്ക് എല്ലാവർക്കും തുല്യം. പക്ഷെ അതിലൊക്കെ അല്ലാഹു തആല ചിലർക്ക് പ്രത്യേകമായ പദവികൾ അല്ലാഹു വെച്ചിരിക്കുന്നു. ആ പദവികളെ നമ്മൾ കാണുകയും ചെയ്യുന്നു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇന്ന് നമ്മൾ പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല 6 ശ്രേഷ്ഠതകൾ നൽകി എന്ന സഹീഹ് മുസ്ലിമിലെ 523-ാമത്തെ ഹദീസാണ് നമ്മൾ വിശദീകരിച്ചത്. അതിൽ നബി പറഞ്ഞു, ഫുദ്ദിൽതു അലൽ അംബിയ ബിസിത്തിൻ, 6 കാര്യങ്ങൾ കൊണ്ട് മറ്റ് പ്രവാചകന്മാരെക്കാൾ എന്നെ ശ്രേഷ്ഠമാക്കപ്പെട്ടു. 1 ഉഅ്തീതു ജവാമിഉൽ കലിം, ആപ്തവാക്യങ്ങൾ എനിക്ക് നൽകപ്പെട്ടു. 2 നുസിർതു ബിർറുൽ, ഭയം കൊണ്ട് എന്നെ സഹായിക്കപ്പെട്ടു. യുദ്ധമുതലുകൾ എനിക്ക് അനുവദിക്കപ്പെട്ടു. 4 ഭൂമി എനിക്ക് അല്ലാഹു തആല ശുദ്ധിയും പള്ളിയുമാക്കി തന്നു. 5 ഉർസിൽതു ഇലൽ ഖൽഖി കാഫ, ലോകത്തുള്ള മുഴുവൻ ജനങ്ങളിലേക്കും എന്നെ നിയോഗിക്കപ്പെട്ടു. 6 ഖുതിമ ബിയൻ നബിയൂൻ, എന്നെ കൊണ്ട് പ്രവാചകന്മാരെ പൂർത്തിയാക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഞാൻ അവസാനത്തെ പ്രവാചകനാണ് എന്നാണ്. ഈ 6 കാര്യങ്ങളാണ് നമ്മൾ വിശദീകരിച്ചത്. ഇൻഷാ അല്ലാഹ് അതിന്റെ നോട്ട് നമ്മുടെ ഗ്രൂപ്പിൽ ഉണ്ടാവും, നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത്തരം കാര്യങ്ങൾ നമ്മളുടെ അഖീദയുടെ പ്രവാചകരിലുള്ള വിശ്വാസത്തിന്റെ ഭാഗമാണ് എന്ന ഓർമ്മയും കൂടെ
നമുക്കുണ്ടാവണം. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾ ഒരുമിച്ച് കൂടിയതിനെ സ്വാലിഹ് അമലായി സ്വീകരിക്കട്ടെ. ഇത് പഠിക്കാനും പഠിക്കുന്നതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആഅനാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.